വാക്കുകൾ കൊണ്ട് എന്താണ് മരണം എന്നൊക്കെ ചിന്തിക്കാനോ ഡിഫൈനോ ചെയ്യാൻ പറ്റാത്ത പ്രായത്തിൽ ഒരുപക്ഷെ ഭഗവാൻ അല്ലെങ്കിൽ എൻ്റെ വിധി വാട്ടവർ എനിക്ക് മരണാനുഭവം തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഓൾമോസ്റ്റ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് എൻ്റെ ബോധം പോണതിന് മുമ്പ് എന്നെ വലിച്ച് പുറത്തെടുത്തു. തലകുത്തനെ വീണത് കൊണ്ട് ലങ്സിലേക്ക് അങ്ങനെ വെള്ളം കയറിയില്ല. ലങ്സിലേക്ക് എന്തോ വെള്ളം കയറിയില്ല. തലകുത്തനെ വീണുകൊണ്ടാണെന്ന് ചിലർ പറഞ്ഞു കേൾക്കണു. അതിൻ്റെ ശാസ്ത്രം എനിക്കറിയില്ല. പക്ഷെ ആ സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞാനത് നമ്മൾ പൊള്ളിപ്പടിക്കുക പറയില്ലേ, അപ്പോൾ പൊള്ളിപ്പടിക്കണ മാതിരി ഒരു അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കണ പ്രായത്തിന് മുന്നേ മരണാനുഭവം എന്ന് പറയുന്ന ഏറ്റവും വലിയ ലെസൺ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ആ മരണാനുഭവത്തിൽ നിന്ന് ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു ചിന്ത ഉണ്ടാവാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. രമണ ഭഗവാന്റെ കഥ പറയില്ലേ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വരാന്തയിൽ വന്ന് കിടക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന് താൻ മരിക്കണമെന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷെ ആ പ്രായത്തിൽ ചിന്തയും മനസ്സൊക്കെ നല്ല പക്വമായിട്ടുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഉണർച്ച വരണ സമയമായതുകൊണ്ട് അതിന് വിധിക്കപ്പെട്ട ടൈമായതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കണം, എൻ്റെ ശരീരം മരിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പറ്റാണ്ട് കിടക്കണം, പക്ഷെ എനിക്ക് എന്നെ തന്നെ കാണാം, ഞാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ അകത്തൊരു സ്ഫോടനം ഉണ്ടാവുകയാണ്. അതായത് ശരീരമല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാനുള്ള ബുദ്ധിയുടെ തെളിച്ച് അദ്ദേഹത്തിന് ആ പ്രായത്തിൽ വന്നു കഴിഞ്ഞു.